ഇവർ ഫാമിലിയെങ്ങാണ്ട് അടിയെങ്ങാണ്ടുണ്ടായി, എന്താ വെച്ചെങ്ങാണ്ട് അടിച്ചെന്നാ പറയുന്നത്. കണ്ടില്ല കയറി. അങ്ങനെ മറ്റേ പിള്ളേരെ അവരെ രണ്ടുപേരെ പോലീസുകാർ ഒന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഓടി അങ്ങ് ബാക്കി കിടപ്പുണ്ട്. അച്ഛനും മോനുമാണ്. ഒരു പെങ്കൊച്ചൊരു സ്റ്റാഫും ഉണ്ട്. ജീവൻ തന്നവരുടെ ജീവനെടുക്കുന്ന ക്രൂരത ഇന്ന് കൊല്ലത്ത് നടന്നതും അതുതന്നെ. സിറ്റി മാക്സ് കളക്ഷൻസ് എന്ന ഫാൻസി കട നടത്തുകയാണ് രവീന്ദ്രനും മകൻ അഖിലും ചേർന്ന്. കടയിലെ സ്റ്റാഫിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് രവീന്ദ്രൻ മകനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് എതിർത്ത അഖിൽ നിരന്തരം വഴക്കുണ്ടാക്കി. വാക്കുതർക്കം കയ്യാങ്കളിയിലെത്തി. ഒടുവിൽ ചുറ്റിക കൊണ്ട് അച്ഛന്റെ തലയ്ക്കടിച്ചു കൊന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കൊലപാതകമുണ്ടായത്. കിളികൊല്ലൂർ പോലീസ് അഖിലിനെ കസ്റ്റഡിയിലെടുത്തു. അതേസമയം കൊലയ്ക്ക് ശേഷം തെളിവ് നശിപ്പിക്കാൻ അഖിൽ ശ്രമിച്ചെന്നും സൂചനയുണ്ട്. മൃതദേഹം കിടന്നിടത്തുനിന്ന് വലിച്ചു നീക്കിയെന്നും സംശയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൊലപാതകത്തിൽ മറ്റാരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടാകും. ഈ കടയിലെ സ്റ്റാഫ് നമ്മുടെ ഓഫീസിൽ ഓടി വന്നിട്ട് വിളിച്ചായിരുന്നു. ഇങ്ങനെ 2 പേര് അടികൂടി അവിടെ കിടക്കുന്നു. ഞാൻ ഓടിക്കയറി വന്ന് നോക്കിയപ്പം തറയിൽ ഫുള്ള് ക്ലീൻ ആക്കിയിരിക്കുന്നത്, ബ്ലഡും ലോഷനും ഒക്കെ കൂടെയായിട്ട് കിടക്കുന്നു. അത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് റോങ് തോന്നി. പോലീസിൽ വിളിച്ചു, ആംബുലൻസിൽ വിളിച്ചു. ആംബുലൻസ് വന്ന് ആളെ നോക്കിയപ്പോഴത്തേക്കും ആള് മരിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ അന്വേഷണങ്ങളിലൂടെ അരും കൊലയുടെ ചുരുളഴിയും. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.